ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ ഫാൾ സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ വീടിൻ്റെ അകത്ത്, അതായത് റൂമിലാണെങ്കിലും ഹാളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് വാൾ സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇതുപോലെ നിങ്ങൾ കാണുന്ന രീതിയിൽ വാർക്കയുടെ അകത്തിടാവുന്ന സീലിങ്ങിൻ്റെ, അതായത് കോൺക്രീറ്റ് ബോക്സ് എങ്ങനെ ഉറപ്പിക്കാമെന്നും അതിൻ്റെ ഏതൊക്കെ രീതിയിലുള്ള ലൈറ്റ്സുകൾ നമുക്ക് കൊടുക്കാമെന്നും എങ്ങനെ നമുക്ക് സീലിങ്ങിൽ ഇടണം എന്നും ഫുൾ ഡീറ്റെയിൽ ആണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നു. ആദ്യമേ തന്നെ നമ്മൾ ഗാർണർ എന്ന് പറയുന്ന കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന എല്ലാ ബോക്സുകളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പല ടൈപ്പ് ബോക്സുകൾ കമ്പനി ഇറക്കുന്നുണ്ട്. 3-4 ടൈപ്പ് ബോക്സുകൾ ഇറക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യുന്ന ആൾ ഇൻ വൺ എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം 15 വാട്ട്സ് വരെ കൊടുക്കാം. 15 വാട്ട്സിൻ്റെ വലിയ ലൈറ്റ്സുകളോ പാനൽ ലൈറ്റ്സ് വരെ നമുക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസുള്ള ബോക്സാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് 5 in 1 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 5, അതായത് മാക്സിമം നമുക്ക് ഇതിൻ്റെ അകത്ത് 6 വാട്ട് വരെയുള്ള ബൾബുകൾ അല്ലെങ്കിൽ പാനൽ ലൈറ്റ്സ് നമുക്ക് കൊടുക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 4 in 1 എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നത് മാക്സിമം നമുക്ക് 5 വാട്ട് വരെ പാനൽ ലൈറ്റ്സ് നമുക്ക് കൊടുക്കാം. ഇത് സ്ക്വയർ ടൈപ്പും പറ്റും. നമ്മൾ ആദ്യമേ പറഞ്ഞ രീതിയിലാണെങ്കിൽ എല്ലാത്തിനും സ്ക്വയർ ടൈപ്പും റൗണ്ട് ടൈപ്പും എല്ലാം ഓക്കെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം 3 വാട്ട് വരെ, അതായത് 3 in 1 എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 3 വാട്ട് വരെ നമുക്ക് കൊടുക്കാം. 1 വാട്ട്, 2 വാട്ട്, 3 വാട്ട്. അത് 5 എന്ന് ഉദ്ദേശിച്ചാൽ 1 വാട്ട്, 2 വാട്ട്, 3 വാട്ട്, 5 വാട്ട്, 12 വാട്ട്, പിന്നെ 15 വാട്ട്. അങ്ങനെയാണ് നമുക്കിതിൻ്റെ ഇലക്ട്രിക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇതിൻ്റെ ബോക്സിങ് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ബോക്സിൻ്റെ ഉള്ളാണ് നിങ്ങൾ ഈ കാണുന്നത്. ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഹൈ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഹൈ PVC ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, പാനൽ ലൈറ്റ്സിൻ്റെ ഹൈറ്റ് വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഹൈറ്റ് തന്നെയാണ് ഏകദേശം 1.25 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചിന് വരാവുന്ന രീതിയിലുള്ള ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാർക്കയ്ക്ക് കാണാൻ ഏകദേശം 4 ഇഞ്ച് ഹൈറ്റ് വരുന്നതുകൊണ്ട് ഈ ബോക്സ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇടാം. വാർക്ക് ലീക്ക് വരുന്ന കാര്യങ്ങളൊന്നും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ 4 സൈഡുകളിലും പൈപ്പുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 20 mm പൈപ്പാണ് കൂടുതൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് 16 mm പൈപ്പ് ഇടണമെങ്കിലും അതിന് അഡാപ്റ്റർ കൂടി കമ്പനി തരുന്നുണ്ട്. കണ്ടോ, ഇതൊരു അഡാപ്റ്ററാണ്. അത് ജസ്റ്റ് അതിൻ്റെ സെൻറ്റർ കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു 16 mm പൈപ്പ് ഇതിലൂടെ ഇട്ടതിന് ശേഷം നമുക്ക് അവിടെ 20 mm പൈപ്പിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം. നമുക്ക് 20 mm ഉപയോഗിക്കാം, 16 mm ഉപയോഗിക്കാം. അതിനുള്ള രീതിയിൽ തന്നെയാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബോക്സ് എങ്ങനെ വാർക്കയിൽ ഉറപ്പിക്കാമെന്ന് നോക്കാം. ആദ്യമേ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ വീടിൻ്റെ വാർക്കയൊക്കെ ചെയ്യുന്ന സമയത്താണ്, കോൺക്രീറ്റിൻ്റെ അകത്താണ് നമ്മൾ ഈ ബോക്സ് ഇടുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ തട്ടടയ്ക്കുന്നതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ തട്ടിന് താഴേക്ക് നമ്മുടെ ലൈറ്റ് ഇടാവുന്ന ഓപ്ഷനാണ് വരേണ്ടത്. അതായത് ലൈറ്റ് നമുക്ക് താഴെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ തട്ടിനോട് ചേർന്ന്, ഇപ്പോൾ ഈ കാണുന്ന മെറ്റൽ ബോഡി ഉണ്ടാവും, മെറ്റൽ ബോഡിയോട് ചേർന്ന് വേണം നമ്മുടെ ബോക്സ് നിൽക്കാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ വേണം കമ്പിയുടെ ഏറ്റവും താഴെ കൊണ്ടുവന്നിട്ട് ടൈറ്റ് ചെയ്താണ് നിർത്തേണ്ടത്. അപ്പോൾ വൈബ്രേറ്റർ ഇടുന്ന സമയത്ത് തെന്നി പോകാതിരിക്കാൻ കെട്ടുകൾ ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടുകയും വേണം. ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് താഴേക്ക്. ഇപ്പോൾ താഴെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക, മെറ്റൽ ബോഡി ആണെന്ന് വിചാരിക്കുക, അതിലേക്ക് മാക്സിമം ടൈറ്റ് ചെയ്ത് നിർത്തി. ഇനി ഇടുന്ന പൈപ്പ് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മുടെ വാർക്ക് വരുന്നത് 4 ഇഞ്ച് കനം അല്ലെങ്കിൽ 6 ഇഞ്ച് കനമാണ് വരുന്നത്. അപ്പോൾ 2 സെക്ഷൻ, താഴെയും ഒരു ലെയർ കമ്പി ഉണ്ടാവും, മുകളിലും ഒരു ലെയർ കമ്പി ഉണ്ടാവും. ആ മുകളിലുള്ള ലെയറിന് താഴെയുള്ള കമ്പിയുടെ താഴെയാണ് നമ്മുടെ ഈ ബോക്സ് വെക്കുന്നത്. അപ്പോൾ ബോക്സ് വെക്കുന്ന സമയത്ത് നമ്മൾ പൈപ്പ് ഇട്ടുകൊണ്ട് പോകുന്നത് ആ ലെയറിൽ തന്നെയായിരിക്കും പൈപ്പ് ഇട്ടുകൊണ്ട് പോകുന്നത്. അതായത് 2 കമ്പിയുടെ ഉള്ളിലായിട്ടാണ് നമ്മൾ പൈപ്പ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈബ്രേറ്റർ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കട്ട ചെറിയൊരു സോളിഡ് വെച്ച് പൊക്കുന്ന സമയത്ത് ഈ ബോക്സ് പൊങ്ങി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈപ്പ് എപ്പോഴും ചെറിയ രീതിയിൽ ഒരു എസ്ബെൻ്റെ ആകൃതിയിൽ കറക്റ്റ് ചെയ്ത് വളച്ച് വെക്കുകയാണെങ്കിൽ വൈബ്രേറ്ററോ കാര്യങ്ങളോ എന്തിട്ടാലും ഈ ബോക്സ് ഒരിക്കലും പൊങ്ങിപ്പോകില്ല. ഇതുപോലെ ജസ്റ്റ് ഒരു എസ്ബെൻ്റെ ആകൃതിയിൽ കറക്റ്റ് ചെയ്ത് നമുക്ക് സ്പ്രിങ് ഉപയോഗിച്ച് വളയ്ക്കാൻ സാധിക്കും. 2 സൈഡും എസ്ബെൻഡ് ഉപയോഗിച്ച് വളയ്ക്കുന്നതാണ് നല്ലത്. ഉപയോഗിച്ചിട്ട് ഏതൊക്കെ പൈപ്പുകളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നുണ്ടോ അതെല്ലാം തന്നെ ഇതുപോലെ പൈപ്പ് ഉപയോഗിച്ച് വളയ്ക്കുന്നതാണ് നല്ലത്. ഞാൻ സ്ട്രെയിറ്റ് പൈപ്പ് നിങ്ങൾ ഇപ്പുറത്തെ സൈഡിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. കണ്ടോ, ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ സ്ട്രെയിറ്റ് പൈപ്പ് ഇടുന്ന സമയത്ത് ഈ ബോക്സ് കണ്ടോ, അവിടെ നമ്മൾ ജസ്റ്റ് ആ പൈപ്പ് പൊങ്ങുന്ന സമയത്ത് ഈ ബോക്സ് ഉൾപ്പെടെ പൊങ്ങി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ആ എസ്ബെൻ്റെ ആകൃതിയിലാവുമ്പോൾ ഏകദേശം 1.5 ഇഞ്ച് 2 ഇഞ്ച് പൊക്കം വരുന്നുണ്ടോ, ആ ഹൈറ്റ് വരുന്നുണ്ടോ. ആ ഹൈറ്റ് ഉള്ളതുകൊണ്ട് രണ്ട് കമ്പിയുടെ ഉള്ളിലാണ് നമ്മുടെ പൈപ്പ് നിൽക്കുന്നതെങ്കിൽ വൈബ്രേറ്റ് ഇട്ടാൽ കൂടിയും ഈ ബോക്സ് കറക്റ്റ് ലെവലിൽ തന്നെ അതായത് ആ തട്ടടിക്കുന്നതിൻ്റെ കറക്റ്റ് ലെവലിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് വന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പൈപ്പ് എല്ലാം ഇടുന്നത്, ഈ ബോക്സിലേക്ക് എല്ലാ പൈപ്പ് ഇടുന്നത് എസ്ബെൻ്റെ ആകൃതിയിൽ വളച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. നമുക്ക് അവസാനം നമ്മൾ കുത്തിയെടുക്കുന്ന സമയത്ത്, ഈ ലൈറ്റ് ഇടാനായിട്ട് എടുക്കുന്ന സമയത്ത് വർക്ക് വളരെ സിമ്പിളാവുകയും ചെയ്യും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് ലൈറ്റാണ് ഇടാമെന്ന് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ആ ഹോൾ കട്ടിങ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റും. ഈ കാണുന്ന എല്ലാം തന്നെ ഗ്രൂ ആണ്. കണ്ടോ, ഈ കാണുന്ന എല്ലാം തന്നെ ഗ്രൂസ്ക്കാണ്. ഇതെങ്ങനെ നമുക്ക് എടുക്കാമെന്നാണ് ആദ്യമേ തന്നെ നോക്കേണ്ടത്.
നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ വെട്ടിപ്പൊളി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈറ്റിൻ്റെ കാര്യം ഒന്ന് തീരുമാനമാക്കണം. 6 വാട്ടാണോ 5 വാട്ടാണോ അല്ലെങ്കിൽ 3 വാട്ടാണോ എന്ന് ആദ്യമേ തന്നെ തീരുമാനിക്കണം. ഇതിപ്പോൾ ഞാൻ കാണുന്നത് ഒരു ഡ്യൂട്ടൻ്റെ എന്ന കമ്പനിയുടെ 6 വാട്ടിൻ്റെ പാനലാണ്. 6 വാട്ടിൻ്റെ പാനൽ ലൈറ്റ്സ് ആണ്. 6 വാട്ടിൻ്റെ പാനൽ ലൈറ്റ്സ് ഇതിൻ്റെ ഔട്ടർ നമ്മൾ എടുക്കേണ്ടത്, അതിൻ്റെ അളവ് എടുക്കേണ്ടത് ഉള്ളളവാണ്. അതിൻ്റെ ബാക്ക് സൈഡ് കാണാൻ സാധിക്കും. ആ ബാക്ക് സൈഡിലുള്ള അളവാണ് നമ്മുടെ ഔട്ടർ വരുന്നത്. കണ്ടോ, ഈ കാണുന്ന ഔട്ട് സൈഡറാണ് നമ്മുടെ ആ അളവ് വരുന്നത്. അത് അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ബോക്സിൻ്റെ ഉൾവശം നമ്മൾ അത് കുത്തി അതിൽ നിന്ന് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എൻ്റെ അകത്ത് ഈ ലൈറ്റ് ഫുള്ളായിട്ട് എൻ്റെ അകത്തേക്ക് കയറിപ്പോവും. ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കണം, പാനൽ ലൈറ്റ്സ് കറക്റ്റ് തീരുമാനിക്കുക. 5 വാട്ടാണോ 6 വാട്ടാണോ 3 വാട്ടാണോ ഇനി 15 വാട്ടാണോ നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ അതിനനുസരിച്ചിട്ട് കറക്റ്റ് ഇതിപ്പോൾ ഏകദേശം അതിനേക്കാൾ കുറച്ചുകൂടി നമ്മൾ വെച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടി ചെറുതാണ് വരുന്നത്. ഇത് 5 വാട്ടിന് ഉപയോഗിക്കുന്ന ബോക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടണമെങ്കിൽ കുറച്ച് സൈഡൊക്കെ കുത്തി കളയേണ്ടി വരും. കുറച്ചുകൂടി ഫ്രീ ആയിട്ട് നമുക്ക് ഈ ബോക്സിലിടാം. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബോക്സിൽ 5 വാട്ട് നമുക്ക് 6 വാട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇടാൻ സാധിക്കും. നിങ്ങളൊന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ കറക്റ്റ് വെച്ച് കഴിയുമ്പോൾ കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഏറ്റവും ഔട്ടറിലുള്ള ആ ലെയർ കളഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് എൻ്റെ അകത്തേക്ക് കയറിയിരിക്കും. അപ്പോൾ ആ ഔട്ടർ നമുക്ക് എങ്ങനെ കളയാമെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കാം. പിന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലായിരിക്കും ഒരു വീട് നമ്മുടെ സ്വപ്നമായിരിക്കും. അപ്പോൾ സ്വപ്നമായിട്ട് നമ്മൾ കരുതുന്ന വീട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വാർക്കയുടെ അകത്ത് നമ്മൾ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ ഇടണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വാർക്കയുടെ അകത്ത് നമ്മളിടുന്ന പ്രൊഡക്ട്സുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടിപ്പോവുകയോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയാൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ലെവലിൽ നമുക്ക് ലൈറ്റോ കാര്യങ്ങളോ ഇടാൻ സാധിക്കില്ല. അപ്പോൾ പിന്നീട് വരുന്ന എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ആ അവസ്ഥയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് അവിടെ ലൈറ്റ് ഇടാൻ പറ്റില്ല, ചിലപ്പോൾ വയർ വലിച്ചെടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വൈബ്രേറ്റ് ഇടുന്ന സമയത്താണെങ്കിലും, അതായത് സീലിങ്ങിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്റ് ഇടും. അതുപോലെ തന്നെ ട്രോളി കാര്യങ്ങളൊക്കെ അതിലൂടെ കയറ്റി ഇറക്കും, ആളുകൾ ചവിട്ടി നടക്കും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ബോക്സ് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയുള്ള ബോക്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങിച്ചിട്ടാൽ പിന്നീട് നമുക്ക് ലൈറ്റ് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഗാർണറിൻ്റെ പ്രൊഡക്ട്സ് തന്നെ ചോദിച്ച് വാങ്ങിക്കുക. കാരണം അത്രയും ക്വാളിഫൈഡ് ആയ രീതിയിൽ അവർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത്, അതായത് അതിൻ്റെ മുകളിലൂടെ എത്ര ഹൈറ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് ഒരിക്കലും പൊട്ടിപ്പോകാത്ത രീതിയിൽ, അതായത് കസ്റ്റമർ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും പൊട്ടിപ്പോകാതെ, അതായത് ആഗ്രഹം വെച്ചിട്ടാണ്, നമ്മുടെ ഓരോരുത്തരുടെ സ്വപ്നം അനുസരിച്ചിട്ടാണ് നമ്മൾ സീലിങ്ങിലൊക്കെ ലൈറ്റ് ഇടുന്നത്. അത് നമ്മൾ ഇട്ടതിന് ശേഷം പിന്നീട് വാർക്കയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇടാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് മറ്റു ബോക്സിലും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഗാർണറിൻ്റെ പ്രൊഡക്ട്സ് വെച്ചോ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരിക്കലും ബോക്സ് പൊട്ടിപ്പോയി അതിൻ്റെ അകത്ത് കളി ഇറങ്ങിയോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണ്. ഇനി നമുക്ക് എങ്ങനെ നമ്മൾ തീരുമാനിച്ച ലൈറ്റ്സിനനുസരിച്ച് 6 വാട്ടോ 8 വാട്ടോ അല്ലെങ്കിൽ 10 വാട്ടോ അല്ലെങ്കിൽ 12 വാട്ടോ ഏത് വാട്ടിനനുസരിച്ചുള്ള ലൈറ്റ് എങ്ങനെ കുത്തിയെടുക്കാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യമേ തന്നെ നമ്മൾ ലൈറ്റിൻ്റെ തീരുമാനിക്കണം. നമ്മൾ ബോക്സ് അതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി വാർക്കയിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ അതുപോലെ കാര്യങ്ങൾ എടുത്തതിന് ശേഷം വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നമുക്ക് വേണ്ട ലൈറ്റിനനുസരിച്ചുള്ള കറക്റ്റ് ആ ഗ്രൂ നമുക്ക് ഇതുപോലെ കുത്തിയെടുക്കുക. സൈഡ് ജസ്റ്റ് അതിൻ്റെ ഗ്രൂകൾ പതുക്കെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഓരോന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് വെയിറ്റ് കൊടുത്ത് നമ്മൾ പൊട്ടിച്ച് കളയരുത് ബോക്സ്. അത് പതുക്കെ നമ്മളൊരു ക്ഷമ രീതിയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് വേണ്ട ഏതാണോ ലൈറ്റ്സ് വേണ്ടത് റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്, അല്ലെങ്കിൽ സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ, ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് അതിൽ നിന്നും കുത്തി കറക്റ്റ് ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കും. അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഗ്രൂസ് പതുക്കെ ക്ലിയർ ചെയ്തെടുക്കുക. ഉണ്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ആ ഹൈറ്റ് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ. അപ്പോൾ അത്രയും ഹൈ മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പോരുന്നത്. പല സ്ഥലത്തും കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ നമ്മൾ കുത്തിയെടുക്കുന്ന സമയത്ത് ഭിന്നമായിട്ട് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഒരു ഐവറി കളർ പ്രൊഡക്ട്സുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അതെല്ലാം അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ പറയുന്ന ലെവലിൽ തന്നെ നമുക്ക് ആ ഗ്രൂ നമ്മൾ കട്ട് ചെയ്യുന്ന ഏതാണോ വേണ്ട ലൈറ്റ്സ് അതിനനുസരിച്ച് നമ്മൾ 6 വാട്ടിൻ്റെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 6 വാട്ടിൻ്റെ ലെവലിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബോക്സിനനുസരിച്ചുള്ള ലൈറ്റുകൾ കണ്ടോ, ഈ കാണുന്ന പാനൽ ലൈറ്റ്സാണ് നമ്മൾ ഇതിൻ്റെ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പാനൽ ലൈറ്റ്സ് നമുക്ക് ഇത് എങ്ങനെ കൊടുക്കാമെന്നും അതിലേക്ക് വയർ കാര്യങ്ങളൊക്കെ എങ്ങനെ വലിച്ചിടണമെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെട്ടിപ്പൊളി ചെയ്യുന്ന സമയത്ത് എല്ലാ ബോക്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വാർക്കയുടെ അകത്ത് ലിങ്കിങ് ആയിരിക്കണം. നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇറക്കിയിട്ടാലും മതി. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എല്ലാ ബോക്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇറക്കിയിട്ടു അതിൽ നിന്നും വയറുകൾ എല്ലാം തന്നെ നമ്മൾ സീലിങ് പ്ലാസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുന്നേ തേക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫാനിൻ്റെ വയറുകൾ വലിച്ചിടുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്തേക്കും വയർ വലിച്ചിട്ടേക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് കറക്റ്റ് ചെയ്ത് തേച്ച് പോകാൻ പറ്റും. പിന്നീട് നമുക്ക് വയർ വലിക്കണമെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് ഏറ്റവും ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻ
ഫാനിൻ്റെ ലീഡ് നമുക്ക് വേണമെങ്കിൽ ഈ ബോക്സിലേക്ക് എടുത്തിടാം. അതായത് ഫാനിൻ്റെ ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഈ ബോക്സിന് 4 സൈഡിൽ നിന്നും പൈപ്പ് നമുക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫാനിൻ്റെ ഓപ്ഷൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ഇറക്കാതെ ഈ ബോക്സിലേക്ക് തന്നെ നമുക്ക് ഈ ഫാനിൻ്റെ ഓപ്ഷനും കൂടി നമുക്ക് അതിലേക്ക് പിടിച്ചിടാം. അപ്പോൾ ഫാനിൻ്റെ സീലിംഗ് എന്തായാലും നമ്മൾ തേപ്പിന് മുന്നേ എടുത്തുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ലൈറ്റ്സുകളുടെ 4 കോർണറിൽ നമുക്ക് എത്ര ലൈറ്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എല്ലാ ലീഡുകൾ സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ്, അതെല്ലാം 2 എണ്ണം വെച്ചിട്ടാണെങ്കിൽ 2 എണ്ണം വെച്ചിട്ട്, ഇനി കോർണറാണെങ്കിൽ കോർണർ, എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ആവശ്യമുള്ള വയർ ഇതിൽ നിന്ന് വലിച്ചിട്ട് നമുക്ക് എവിടെയാണ് സ്വിച്ച് ബോർഡ് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഫാനിൻ്റെ വയർ കൊണ്ടുപോകുന്ന അതേ ലെവലിൽ തന്നെ നമുക്കിത് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് വളരെ സിമ്പിളായി. കാരണം പിന്നീട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുത്തിക്കളഞ്ഞ് വേറെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നേരെ വരിക, നമുക്ക് ആ കറക്റ്റ് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലൈറ്റ്സ് വന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറ്റിയിടാൻ പറ്റും. ഇതിപ്പോൾ സീലിങ്ങിൽ നിന്ന് നമ്മൾ ഇറക്കിയിരിക്കുന്നതാണ്. സീലിങ്ങിൽ നിന്നും ആ വരുന്ന പൈപ്പുകളെല്ലാം നമ്മൾ 4 ജംഗ്ഷൻ വെച്ച് നേരെ അതിലേക്ക് പിടിച്ചിരിക്കുന്നു. പിന്നെ ഇതിങ്ങനെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സീലിങ്ങിലൂടെ എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് വയർ വലിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അത് നേരെ വന്നതിന് ശേഷം നമ്മളൊരു ബോക്സ് വെച്ചു, ആ ബോക്സിലേക്ക് കറക്റ്റ് ചെയ്ത് ഇറക്കിയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് വേണ്ട എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെയെല്ലാം നമ്മൾ റൂമുകളിൽ മാത്രമല്ലാത്ത രീതിയിൽ നമുക്ക് പുറത്തെ സിറ്റ് ഔട്ടിലിടാം. അതുപോലെ തന്നെ നമ്മൾ പുറമേ കാണുന്ന നമ്മുടെ സെൻസൈഡിൻ്റെ താഴേക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ബോക്സ് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തീരുമാനിക്കേണ്ടത് ഏതൊക്കെ ലൈറ്റ്സുകളാണ് നമ്മൾ ഇടാൻ തീരുമാനിക്കേണ്ടത്. ആ ലൈറ്റ്സുകളുടെ ഏതൊക്കെയാണെന്ന് ആദ്യമേ തന്നെ തീരുമാനിച്ച ശേഷം അതിന് അനുസരിച്ചിട്ടുള്ള റൗണ്ട് ആയിരിക്കണം ക്ലിയർ ചെയ്യേണ്ടത്. ഇനി അതല്ല, നിങ്ങൾ ചെറിയ ലൈറ്റൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, പുറത്തുള്ള ലൈറ്റുകളൊന്നും വാട്സ് തീരുമാനിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ മാക്സിമം ഒരു 6 വാട്ട് വരിക, അല്ലെങ്കിൽ 9 വാട്ട് വരിക, അല്ലെങ്കിൽ 12 വാട്ട് വരിക. അത് മാക്സിമം നമുക്കൊരു 6 വാട്ടാണ് ഏറ്റവും നല്ലത് പുറത്തൊക്കെ ഇടാമെന്ന്. അത്രയും തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു 1 വാട്ടോ 2 വാട്ടോ അല്ലെങ്കിൽ മാക്സിമം ഒരു 3 വാട്ടിൻ്റെ വലുപ്പം വരെ കളഞ്ഞിട്ടാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അതിന് മുകളിലേക്കുള്ള ലൈറ്റ്സുകൾ വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് 3 വാട്ട് വരെയുള്ള കറക്റ്റ് റൗണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇടാൻ ഉദ്ദേശിച്ചത് ലൈറ്റ് ഇടാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് ചെറിയ ഹോൾ കളഞ്ഞിട്ട് ക്ലിയർ ചെയ്തിട്ട് വയർ വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പിന്നീട് വരുന്ന സെക്ഷനുകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഹോളുകളിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ഗാർണറിൻ്റെ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കറക്റ്റ് ലെവലിൽ തന്നെ നമുക്കത് കുത്തി ക്ലിയർ ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ബോക്സുകളും ഇതുപോലെ പൊട്ടി ചിന്നി ചിതറി പോകുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗാർണറിൻ്റെ പ്രൊഡക്ട്സ് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഹൈ മെറ്റീരിയൽ ഏറ്റവും ആദ്യം സീലിങ്ങിൻ്റെ അതായത് കോൺക്രീറ്റിലിടുന്ന സീലിങ്ങിൻ്റെ ബോക്സ് ഇത് ഏറ്റവും ആദ്യം തന്നെ പ്രൊഡക്ട്സിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കിയ കമ്പനിയാണ് ഗാർണർ. അതുകൊണ്ട് അവർ ആ ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങിക്കാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് വാങ്ങിക്കാം. അതല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഷോപ്പുകളിലും ഗാർണൻസിൻ്റെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് താനും. ഈ ബോക്സുകൾ കൂടാതെ തന്നെ കമ്പനി ഒരുപാട് പ്രൊഡക്ട്സുകൾ മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് പ്രൊഡക്ട്സ് എന്നും അതെങ്ങനെ ഉപയോഗിക്കാമെന്നും എങ്ങനെ പൈപ്പ് ഇടാമെന്നും എങ്ങനെ നമുക്ക് ലൈറ്റ് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാമെന്നും ഏകദേശം നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.